അപ്പോ നമ്മുടെ ഇന്നത്തെ പരിപാടി ഈ ബോക്സ് ആണ്. ഇതിന്റെ ഉള്ളില് ഒരു സാധനം ഉണ്ട്. ചേച്ചി ഈ ട്രെൻഡൊക്കെ കഴിഞ്ഞതാ. എന്നാലും എന്താ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇതിപ്പോ പുതിയതല്ലേ, അപ്പൊ നിങ്ങളത് പുതിയതായിട്ട് കണ്ടാ മതി, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ മറൈൻ ഡ്രൈവിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്റെ കൂടെ എന്റെ സുഹൃത്തുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് ഈ ചലഞ്ച് വളരെ ഭംഗിയാക്കി കുളമാക്കാൻ വന്നിരിക്കുന്നത്. വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോ എല്ലാ ആളുകളും നമ്മുടെ മുഖത്തിട്ട് നോക്കുന്ന കണ്ടപ്പോ ഞങ്ങളുടെ ഉള്ളിൽ എവിടെന്നാന്നറിയില്ല ഒരു പേടി അങ്ങ് കയറി വന്നു. ഞങ്ങൾ പെട്ടിയും പിടിച്ച് നടക്കാനുണ്ട്. ആൾക്കാർ വിചാരിച്ച് ഞങ്ങൾ സംഭാവനയ്ക്ക് നടക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് ചിന്തിച്ചോണ്ടിരുന്നത്. എന്നാലും മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട്, അങ്ങനെ അങ്ങ് വിചാരിച്ച് നമ്മൾ ആദ്യത്തെ ആളുടെ അടുത്തെത്തി. സത്യം പറഞ്ഞാലോ, ഈ ചേച്ചിയുടെ സൗണ്ട് നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കാറ്റടിച്ചിട്ട് ചേച്ചി പറയണതും ഞാൻ പറയണതും എനിക്ക് പോലും കേൾക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുക. അടുത്ത ആളുടെ അടുത്ത് തോന്നിയിൽ നമ്മൾ അവരുടെ സൗണ്ട് വെക്കാം. അപ്പൊ ചേച്ചിയോട് ഞാൻ ബോക്സ് ആക്കാൻ പറഞ്ഞപ്പോ ഈ ചേച്ചിയുടെ സന്തോഷം കണ്ടോ? ഈ സന്തോഷത്തിലാണ് നമ്മൾ ഈ ചലഞ്ച് ചെയ്തത്. നിങ്ങൾ ചിലപ്പോ വിചാരിക്കും ഞാനിത് പറഞ്ഞ് അവരോട് ചെയ്യിപ്പിച്ചാന്ന്. പക്ഷെ അല്ല, ഇത് അവരുടെ ഒറിജിനൽ റിയാക്ഷൻ ആണ്. ഇത് കണ്ടോ? ഈ സാറിനോട് ഞാൻ ഈ ബോക്സ് കൊണ്ട് ചെന്നപ്പോ സത്യം പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും ചമ്മിപ്പോയി. സാറ് വലിയ റിയാക്ഷൻ ഒന്നും ഇട്ടില്ല. നമുക്ക് സങ്കടമൊന്നും വന്നില്ല, കണ്ണീര് തുടച്ചിട്ട് പറയാം. അങ്ങനെ നമ്മള് ചിരിച്ച് ആ സങ്കടം അങ്ങ് കളഞ്ഞ് നമ്മള് അടുത്ത ആളുടെ അടുത്ത് എത്തി. അടുത്ത ആളെ കാണിച്ചത് എന്റെ ഫ്രണ്ടാണ്. അവള് പറഞ്ഞത് ഈ അമ്മയുടെ അടുത്ത് ചെല്ലാൻ. അങ്ങനെ ആ അമ്മയുടെ അടുത്ത് തന്നു. അമ്മ പക്ഷെ തമിഴാണ്, ഞങ്ങൾക്ക് തമിഴ് അറിയില്ല. പിന്നെ നടന്ന ചരിത്രം ഇതൊക്കെ ഉള്ളി ഇറക്ക്. അല്ലല്ല, ഉங்க പാക്ക പോറേ அப்படிதான். இது ஓபன் பண்ண காசு இல்ல, ஃப்ரீ அல்ல. அது வந்து 1 மினிட் அம்மா வந்து கெஸ் பண்ண யார் தான் பீஸா இந்த உள்ள இருக்கு. அத கெஸ் பண்ணி சொல்லுமா? நான் சொல்றேன். இந்த லோகத்து அழகான யாரு யாருன்னு சொல்லிட்டோம். ஜஸ்ட் ஓபன். இதா திறந்து பாக்குறேன். திறந்தோ? நான் தான் அழகா? ആമാ. എന്റെ തമിഴ് നിങ്ങൾ കേട്ടല്ലോ. ആ അമ്മ ഇനിയും കൂടി കുറച്ച് ഞാൻ നിന്ന് സംസാരിച്ചെങ്കിൽ ഉള്ള തമിഴും കൂടി അമ്മ മറന്നുപോയേനെ. എനിക്കത് മനസ്സിലായി. അങ്ങനെ അമ്മയോട് സംസാരിച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മള് അവിടെ നിന്ന് അടുത്ത ആളുടെ അടുത്തെത്തി. നല്ല ഭംഗിയുള്ള ചിരിയുടെ ഒരാള് ഇതിനുള്ളിലുണ്ട്. അയാളുടെ പടം അതാരാണെന്ന് പറയാൻ പറ്റുമോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിക്കുള്ളൂ. ആള് ഏറ്റവും ഭംഗിയുള്ള ഒരാള് മോഹൻലാൽ ആണല്ലേ? അമ്മ തുറന്നു നോക്കി. അപ്പൊ ആരാ ഭംഗി? അതാണ്. അല്ല, നമ്മളെ വിലമതിക്കണം. നമ്മളാണ് ഏറ്റവും നമ്മുടെ ഭംഗിയുള്ള ലോകം. അതെ ശരിയാണ്. അവള് പറഞ്ഞതിനും കാര്യമുണ്ട്. അങ്ങനെ അടുത്ത ആളുടെ അടുത്ത് എത്തി. ഞങ്ങൾ ആദ്യം ഈ ചേച്ചിയുടെ അടുത്താണ് ചെന്നത്. പക്ഷെ ആ ചേച്ചി പെട്ടി കണ്ടപ്പോ ഓടിപ്പോയി. പിന്നെ നമ്മള് ഒന്നും കൂടി ഇങ്ങനെ വിളിച്ചിട്ടാണ് ആ ചേച്ചി വന്നത്. ആ ചേച്ചിയോട് ചോദിച്ചു ലോകത്തെ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ആരാണ്? ചേച്ചിക്ക് പറയാനൊന്നുമില്ല, ആ ചിരി മതിയല്ലോ. ചേച്ചി ആ പെട്ടി നോക്കി കഴിഞ്ഞപ്പോ ചേച്ചിക്ക് ഒരു ചിരിയും നാണോ ഒരുമിച്ച് വന്നു. ഇതെന്ത് എന്നുള്ള രീതിയില് ആ ചേച്ചിയുടെ സന്തോഷം നമുക്ക് വിലമതിക്കാനാവാത്താണ്. ഞങ്ങൾ അവിടെ നിൽക്കണണ്ടപ്പോ 2 ചേട്ടന്മാർ ഓടി വന്നിട്ട് ആ പെട്ടി ഒന്ന് തുറന്നു നോക്കി. പക്ഷെ ആ പെട്ടിയിൽ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു. ആ ചേട്ടൻ പറഞ്ഞു എന്താ കൊച്ചെ പറ്റിക്കുവാണ്, അത് എന്തൊന്നുമില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ വെച്ച സാധനം മറിഞ്ഞു ചാടി കിടക്കുമായിരുന്നു. നമ്മളത് കണ്ടില്ലായിരുന്നേ. എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെ അവസ്ഥ. ശരിയാക്കി നമ്മള് അടുത്ത ആളുടെ അടുത്തെത്തി. അടുത്ത 2 പേരുണ്ടായിരുന്നു. ആരെ പെട്ടി കാണിക്കണം എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പൊ തന്നെ ചേട്ടൻ ചോദിച്ചു എന്താ മോളെ സംഭാവനയാണോ? അപ്പൊ നമ്മൾ വിചാരിച്ചു ആ ചേട്ടനെ തന്നെ കാണിക്കാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ഒരാള് ആരായിരിക്കും? ഭംഗിയുള്ള ചിരിയുടെ ഉടമ ആരായിരിക്കും? ആ ചേട്ടൻ പറഞ്ഞു ഞാൻ തന്നെ. ശരി, നമ്മൾ എന്തിനാ വന്നത്? അത് തന്നെ ആ ചേട്ടൻ പറഞ്ഞു ആ പെട്ടിയുടെ ഉള്ളിൽ എന്താണെന്നാലും കാണാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടെന്ന്. അങ്ങനെ നമ്മള് ആ ചേട്ടൻ ആ പെട്ടി കാണിച്ചു കൊടുത്തു. ചേട്ടൻ സന്തോഷം കണ്ടോ? ഈ സന്തോഷം ഒരിക്കലും നമുക്ക് പൈസ കൊടുത്തൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടണതാണ്. ഈ ലോകത്തെ ഞങ്ങളെ യൂട്യൂബ് ചാനലിലൊക്കെ വന്നതാണ്. അപ്പൊ ഈ ലോകത്തെ ഏറ്റവും നല്ല ഒരു ചിരിയുടെ ഉടമയാണ് പറയാം. ആ ഒരാളിന്റെ ഉള്ളിൽ ആളുടെ പടം ഏറ്റവും നല്ലത്. അമ്മ ഇതൊന്ന് തുറന്നു തന്നാ. ഈ ലോകത്തെയാണ് ഏറ്റവും നല്ല ചിരിയുടെ ഉടമ. ചേച്ചിയുടെ സന്തോഷം കണ്ടില്ലേ? അത് കഴിഞ്ഞ് നമ്മള് അടുത്ത ആളുടെ അടുത്തെത്തി. അടുത്ത ആള് പറയണ്ട, നിങ്ങൾ കണ്ടോ? വായിച്ചേക്കാവോ? ലോകത്തിലെ ഏറ്റവും നല്ല ചിരിയുടെ ഉടമ അത് ആരായിരിക്കും? അമ്മയ്ക്ക് ഒന്ന് ഗസ് ചെയ്തോ അമ്മ, ആരായിരിക്കും? ആ ഒരു വ്യക്തിയുടെ പടം ഉണ്ട് ഇതിൻ്റെ ഉള്ളില്.
രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ഇല്ല ഇത് മനസ്സിലാക്കല ഒന്നും இந்த ലോകത്ത് അതിന്റെ இந்த ഉള്ളിൽ இந்த ബോക്സ് உள்ள இருக்கு அவங்க படம் உமன் லேடி தானே ஜெயலலிதா 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 அம்மா படம் இந்த உள்ளில் இருக்க நான் கெஸ் பண்ணேன் ஆமா ஜஸ்ட் ஓபன் ஆமா இப்படி யாரு படம் അമ്മയുടെ ചിരി കണ്ടപ്പോ ഇവർക്കും തോന്നി ഈ ബോക്സിന്റെ ഉള്ളിൽ എന്താ ഇത്ര ചിരിക്കാനായിട്ട് എന്നുള്ളൊരു ചിന്തയായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ തുറന്നു നോക്കിക്കോ. അവരും അത് തുറന്നു നോക്കി. അവരും സെയിം എക്സ്പ്രഷൻ. ഇതിനു വേണ്ടിയാണ് നമ്മള് ഈ ചലഞ്ച് ചെയ്തത്. ഇനി പറയാനുള്ളത് നിങ്ങളോടാണ്, എന്റെ വീഡിയോ കാണുന്ന നിങ്ങളോട്. ഞാൻ നിങ്ങളോട് ഈ ചോദ്യം ചോദിച്ചാ നിങ്ങള് ആരുടെ പേര് പറയും? നിങ്ങളുടെ പേര് പറയോ അതോ വേറെ ആളുകളുടെ പേര് പറയോ? ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റി കാണും, പലരും അവരുടെ പേരല്ല പറയുന്നത്, മറ്റുള്ളവരുടെ പേരാ പറയുന്നത്. നിങ്ങളാദ്യം നിങ്ങളെ തന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടു നോക്കണോ. ലവ് യുവർ സെൽഫ് ആൻഡ് ബിലീവ് യുവർ സെൽഫ്. അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.